ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വളരെയധികം സിമ്പിളായിട്ടും ടേസ്റ്റായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പപ്പടത്തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാനും വളരെയധികം സിമ്പിളാണ്. അപ്പം നമുക്ക് നല്ലതുപോലെ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക്, ഒരു 2 ചെറിയ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 8 പപ്പടമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പടം നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതൊന്ന് മുറിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ ഇവിടെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഈ പപ്പടം ഒന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പപ്പടം പൊരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പപ്പടം കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പപ്പടം എല്ലാം ഇവിടെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പപ്പടവും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇനി ആ ഒരു എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരട്ടെ. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പൊടികളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 2 സ്പൂൺ മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഒരു പിടി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങയൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പൊക്കെ ഒന്ന് തേങ്ങയിലൊന്ന് പിടിച്ചു വരാനായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പപ്പടത്തിൽ ഓൾറെഡി ഉപ്പ് കാണും. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തോളൂ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. ഇനി നേരത്തെ പൊരിച്ചു വെച്ചിരുന്ന പപ്പടം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പപ്പടം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പപ്പടം ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്തിട്ട് അരപ്പൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ള പപ്പടത്തോരൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെ നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് തോരൻ തയ്യാറാക്കി എടുക്കാവുന്നതാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ പപ്പടത്തോരൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.